if the vector potential A equals ax x cap plus 2y y cap minus 3z z cap satisfies the Coulomb gauge, the value of the constant is. സോ ഒരു ചോദ്യത്തിൽ രണ്ടെണ്ണം ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. രണ്ടും നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. സോ എന്താണ് ഗ്രൂപ്പ് വെലോസിറ്റി, എന്താണ് ഫേസ് വെലോസിറ്റി, ശരിയല്ലേ? സോ √2/a and v0 they are constants. So 2v0/a can be taken outside. Integral 0 to a by 2 sin square pi x/a into cos pi x/a dx. ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സെറ്റ് പരീക്ഷയുടെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു അല്ലേ? അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇനി ഊർജിതമായ പഠനം ആരംഭിക്കേണ്ട സമയമാണ്. ജൂലൈ 28-ാം തീയതിയിലത്തെ പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും നല്ല ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ ഒരുക്കം ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കേണ്ട സമയമാണ്. ഇനി യാതൊരു ഉഴപ്പോ ഉന്മേഷക്കറോ ഒന്നും ബാധിക്കരുത്. ഇത്രയും നാൾ ഉഴപ്പെങ്കിൽ അതൊക്കെ പോട്ടെ. ഇനിയുള്ള സമയം കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് കൂടുതൽ നന്നായിട്ട് പഠിക്കേണ്ട സമയമാണ്. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പഠിച്ചുകൊണ്ടിരുന്നവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർക്ക് ഇനിയുള്ള സമയത്ത് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ പഠിക്കുക. കാരണം ഈ 2 മണിക്കൂർ അല്ല 3 മണിക്കൂർ പഠിച്ചതുകൊണ്ട് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച അത്രയും പോലും പഠിച്ച് തീരത്തില്ല എന്നുള്ളതാണ് സത്യം. വലിയൊരു സിലബസാണ്. ഈ ഒരു സിലബസിൻ്റെ ഏകദേശം ഒരു 90% പഠിച്ചു തീർത്തെങ്കിൽ മാത്രമേ നമുക്ക് ഉറപ്പായിട്ടും ക്വാളിഫൈ ആകും എന്നുള്ള രീതിയിൽ പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പല രീതിയിലുള്ള ആൾക്കാരും ഇതിനുവേണ്ടി പഠിക്കുന്നുണ്ട്. പഠിച്ച് കുറേ കാലമായിട്ട് ഇപ്പോൾ ഇതിലേക്ക് വീണ്ടും വന്നവരുണ്ട്. PG പാസ് ഔട്ടായിട്ട് കുറേ കാലത്തിന് ശേഷം സെറ്റ് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ വന്നവരുണ്ട്. പിന്നെ ഫ്രഷായിട്ട് PG പാസ് ഔട്ട് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഈ 2 ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഡിഫറൻസ് വരുന്നത് ഇനീഷ്യൽ സ്റ്റേജിലാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ PG പഠിച്ച് കുറേ കാലമായിട്ടുള്ള ആൾക്കാർ അവർ ദേ ആർ നോട്ട് യൂസ്ഡ് ടു ദിസ് അല്ലേ? അവർ കുറച്ച് ഒന്ന് എന്താണ് തുരുമ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് എണ്ണയിട്ട് ഒന്ന് പ്രവർത്തിച്ച് വരേണ്ട സമയം. അപ്പം അതിൻ്റെ സമയം കഴിഞ്ഞു. ഇപ്പം നമ്മുടെ ചൈൽഡ്ഹുഡ് കഴിഞ്ഞു. ഇനി നമ്മൾ സീരിയസ് ആയിട്ടുള്ളൊരു പഠനത്തിലേക്ക് പ്രിപ്പറേഷനിലേക്ക് പോകേണ്ട സമയമാണ്. അപ്പോൾ കൂടുതൽ സമയം ഇതിനു വേണ്ടി ചിലവഴിക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ടൊന്നും ചിലവഴിച്ചാൽ കാര്യം നടക്കത്തില്ല. ഇനിയുള്ള സമയം നമ്മളൊരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 6 മണിക്കൂർ നന്നായിട്ട് ഇരുന്ന് പഠിച്ച് പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്ത് ഇക്വേഷൻസൊക്കെ എഴുതി പഠിച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്ത് പഠിച്ചെങ്കിൽ പോയെങ്കിൽ മാത്രമേ വളരെ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സാധാരണ നിങ്ങളൊരു കട്ട് ഓഫിന് കൃത്യം 48% എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ എയിം ചെയ്യരുത്. നമ്മളൊരു 60% മാർക്കെങ്കിലും എയിം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു 50% മാർക്കെങ്കിലും നമുക്ക് കിട്ടാനായിട്ട് പറ്റുള്ളൂ. എങ്ങാനും വല്ല ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആവുമോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നഷ്ടം വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 60% മാർക്ക് എയിം ചെയ്ത് പഠിക്കുക. അപ്പോൾ അത്രയും നല്ലൊരു പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ സമയം ചിലവഴിക്കുക. പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കണം. പ്രോബ്ലംസ് വായിച്ച് പഠിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രോബ്ലത്തോടുള്ള ഭയം മാറ്റിയെടുക്കുക. പിന്നെ മാത്തമാറ്റിക്കൽ സ്കില്ലുകൾ കുറവുള്ളവരെ സംബന്ധിച്ച് അവർ കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവർ 10 പ്രോബ്ലം ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാത്തമാറ്റിക്കലി കുറച്ച് ബാക്ക്വേർഡ് ആണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ആ 10 സ്ഥാനത്ത് അവർ 25 ചെയ്യുക. അപ്പോൾ അങ്ങനെ കൂടുതൽ വർക്കൗട്ട് ചെയ്ത് നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വരുന്ന പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തന്നെ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. വരാൻ സാധ്യതയുള്ള കുറച്ച് പ്രോബ്ലംസാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പ്രോബ്ലംസ് മാത്രമാണ് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസിനോട് എനിക്ക് അത്ര താല്പര്യം പോരാ. അത് നമുക്ക് തന്നെ വായിച്ച് പഠിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം അല്ലേ? നോക്കുക. ഫസ്റ്റ് പ്രോബ്ലം, ഇഫ് ദ വെക്ടർ പൊട്ടൻഷ്യൽ A equals ax x cap plus 2y y cap minus 3z z cap satisfies the Coulomb gauge, the value of the constant is. അപ്പം നമുക്കറിയാം കൂളംബ് ഗേജ്, ലോറൻസ് ഗേജ്, 2 കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ. അപ്പോൾ ആ ഗേജ് കണ്ടീഷൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ വെക്ടർ പൊട്ടൻഷ്യൽ, സ്കേലാർ പൊട്ടൻഷ്യൽസ്, അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക.
പിന്നെ മാക്സ്വെൽസ് ഇക്വേഷൻസ് ഒക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ്, അതിനകത്തുനിന്ന് ഒത്തിരി ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ മാക്സ്വെൽസ് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെച്ചോണം, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. അത് കഴിഞ്ഞ പോലെ ഇൻ്റർവ്യൂവിന് പോയാൽ അവിടെ ഉപകാരപ്പെടും. അങ്ങനെ ഒത്തിരി നല്ല ടോപ്പിക്കുകളാണ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിൽ നിന്ന് വരുന്നത്. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആ ഭാഗങ്ങളൊക്കെ നോക്കി പോകുക, അതിനകത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് തന്നിട്ടുണ്ട് മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ. എത്രയാണ് മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ തന്നേക്കുന്നത്? സോ ദി വെക്ടർ പൊട്ടൻഷ്യൽ ഈസ് ഗിവൺ ആസ് A equals alpha x cap plus 2y y cap minus 3z cap, and it is said that it obeys Coulomb gauge. So what is Coulomb gauge condition? What is Coulomb gauge condition? എന്താണ് Coulomb gauge condition? Coulomb gauge condition is del dot A is equal to 0. Del dot A is equal to 0. So what is del dot A? Del dot A എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഐ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ ക്യാപ് ഡോട്ട് ആൽഫ എക്സ് എക്സ് ക്യാപിന് പകരം ഐ ക്യാപ് പ്ലസ് 2y ജെ ക്യാപ് മൈനസ് 3z കെ ക്യാപ്. സോ ജസ്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. സോ ദിസ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് നിൽക്കുന്നത്. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഐ ഡോട്ട് ഐ മാത്രമേ വരുള്ളൂ അല്ലേ. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് ആൽഫ എക്സ്, ദറ്റ് ഈസ് ആൽഫ പ്ലസ് 2 മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. ശരിയല്ലേ? ആൽഫ പ്ലസ് 2 മൈനസ് 3 ഇസ് ഈക്വൽ 2 മൈനസ് 3 മൈനസ് 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു 1. സോ ഇവിടെ പ്രധാനമായിട്ടും എന്താണ് കൂളംബ് ഗേജ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഡോട്ട് പ്രോഡക്റ്റ് ഒക്കെ എടുക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഡെൽ ഡോട്ട് എടുക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂളംബ് ഗേജ് എന്താണെന്നുള്ള ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു പ്രോബ്ലമാണ്. മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലിയർ അല്ലേ? വളരെ എളുപ്പമല്ലേ? സോ കൂളംബ് ഗേജ്, ലോറൻസ് ഗേജ്, ഗേജ് കണ്ടീഷൻസ്, ഗേജ് ട്രാൻസ്ഫർമേഷൻസ്, എന്തിനാണ് ഗേജ്, എന്തുകൊണ്ട് ഗേജ് ഉപയോഗിക്കുന്നു, ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ നോക്കിപ്പോയാൽ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും. ക്ലിയർ? നോക്കുക അടുത്ത ചോദ്യം. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ജൂലൈയിലെ സെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം പ്രോബ്ലംസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടും ആ പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ പ്രോബ്ലംസിനെ സമീപിക്കണം, എങ്ങനെ ക്വസ്റ്റ്യൻസിനെ സമീപിക്കണം, അതിനു വേണ്ടുന്ന ടിപ്പുകൾ, ട്രിക്കുകളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു ഫ്രീ ലൈവ് ക്ലാസ്സുമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ, ഫിസിക്സിൻ്റെ സെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ഫ്രീ ലൈവ് ക്ലാസ്സുമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളിലേക്ക് എത്തുകയാണ്. മെയ് 16 രാത്രി 7 മണിക്കാണ് നമ്മൾ ഈ ലൈവ് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറക്കാതെ ഡേറ്റ് ഓർത്ത് വെക്കുക, സമയം ഓർത്ത് വെക്കുക, എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും രജിസ്റ്റർ ചെയ്യുക, തീർച്ചയായും പങ്കെടുക്കുക. നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം കുറേ പ്രോബ്ലംസൊക്കെ ഡിസ്കസ് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, പിന്നെ നിങ്ങളുമായിട്ട് എനിക്കൊന്ന് സംവദിക്കാൻ പറ്റും. അപ്പം വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ആ ലൈവ് സെഷനെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ ആ ലൈവ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ മറക്കണ്ട, മെയ് 16 വൈകുന്നേരം 7 മണിക്ക് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യുക. സോ നെക്സ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽസ് ഗീവ് റൈസ് ടു എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് B0 K ക്യാപ്പ്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിലേതാണ് B0 K ക്യാപ്പ് എന്ന് പറയുന്ന യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് തരുന്ന പൊട്ടൻഷ്യൽ ഏതാണെന്നുള്ളതാണ്. 4 വെക്ടർ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. സോ 4 ഓപ്ഷനും ചെയ്ത് നോക്കുക. ഡെൽ ക്രോസ് എ നമുക്കറിയാവുന്നതാണ്, ശരിയല്ലേ? സോ B is equal to ഡെൽ ക്രോസ് എ നമുക്കറിയാവുന്നതാണ്. സോ ഓരോ ഓപ്ഷനും ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തു തീർക്കാവുന്നതാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഫസ്റ്റ് വൺ ഈസ് B0 Z അല്ലേ? B0 Z K ക്യാപ്പ്. സോ ഡെൽ ക്രോസ് എ ആണ്. സോ ഇറ്റ് ഈസ് ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ് ആൻഡ് B0 Z K ക്യാപ്പ് ആണ്. സോ 0 0 B0 Z. സോ ഐ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ. സോ 0 ഐ ക്യാപ്പ് ഇൻറ്റു 0 മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു ജെ ക്യാപ്പ് ഇൻറ്റു 0
plus k cap into 0. So this is equal to 0. First option 0. So second one, what is the second one? Second one is minus b0 x j cap. Minus b0 x j cap ആണ്. So I cap, j cap, k cap, dou by dou x, dou by dou y, dou by dou z. So what is that? This is 0 minus b0 x 0. ശരിയല്ലേ? So what is that? I cap into, so I cap into 0 0 minus j cap into 0 0 plus k cap into this is a dou by dou x, so it is a minus b0, so it is a minus b0 minus 0. So answer എന്ത് വരും? is minus b0 k minus b0 k cap. It is minus b0 k cap. നമ്മൾ ചോദിക്കുന്നത് b0 k cap ആണ്. ഇത് b0 k cap ആണോ? അല്ല, minus b0 k cap ആണ്. So this is not the answer. And the third one, what is the third one? It is b0 by 2 into minus y I cap plus x j cap plus x j cap. Minus b0 by 2 into minus y I cap plus x j cap. So what is that? I cap, j cap, k cap, dou by dou x, dou by dou y, dou by dou z. So it is a b0 by 2. അവിടെ കിടക്കട്ടെ. So minus yi. So it is a minus y x 0. ശരിയല്ലേ? So it is what? b0 by 2 വെളിയിലുണ്ട്. So I cap into. So I cap into 0 0 minus j cap into minus j cap into 0 0 plus k cap into 1 ശരിയല്ലേ? 1 minus 1. So 1 plus 1. So it is a 2 k cap. ശരിയല്ലേ? So b0 by 2 into 2 k cap. So this is what? This is b. So what is that? So b equals b0 k cap. So we got b is equal to b0 k cap. ശരിയല്ലേ? So we got answer as third one. And if you do for C, if you do for fourth one എന്താണ്? That is b0 by 2 into y I cap plus x j cap. y I cap plus x j cap. ചെയ്ത് നോക്കി എന്ത് വരും? That is I cap, j cap, k cap, dou by dou x, dou by dou y, dou by dou z, then b0 by 2 can be taken outside, and it is y I cap, x j cap 0. ശരിയല്ലേ? So this is equal to b0 by 2 into b0 by 2 into I cap into 0 minus 0 minus j cap into 0 minus 0 plus k cap into plus k cap into 1 minus 1. ശരിയല്ലേ? So it is 1 minus 1. So answer will be 0. So answer will be 0. So which is the correct option? Third one. B is equal to del cross A. അതിൻ്റെ ആപ്ലിക്കേഷൻ മാത്രം. വളരെ എളുപ്പമല്ലേ? സോ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ അറിഞ്ഞിരിക്കുക, മാക്സ്വെൽസ് ഇക്വേഷൻ എന്താണെന്നും മനസ്സിലാക്കിയിരിക്കുക. അതാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. ക്ലിയർ? മനസ്സിലായെന്ന് കരുതുന്നു. സോ നെക്സ്റ്റ് വൺ. So the dispersion relation for a one-dimensional monoatomic crystal with a lattice spacing A, which interacts nearest neighbor harmonic potential is given by omega equals a sin ka by 2, where a is a constant. The group velocity at the boundary of the first Brillouin zone is the force constant between the nearest neighbor of the lattices. സോ ഒരു ചോദ്യത്തിൽ രണ്ടെണ്ണം ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. രണ്ടും നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. സോ എന്താണ് ഗ്രൂപ്പ് വെലോസിറ്റി, എന്താണ് ഫേസ് വെലോസിറ്റി? ഒരു ഡിസ്പേർഷൻ റിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഗ്രൂപ്പ് വെലോസിറ്റി ഫേസ് വെലോസിറ്റി കണ്ടുപിടിക്കാം? പിന്നെ അവിടുന്ന് ഫോഴ്സ് കോൺസ്റ്റന്റ്, ഡിസ്പേർഷൻ റിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊക്കെ നമ്മൾ നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിലും പഠിച്ചിട്ടുള്ളതാണ്. ശരിയല്ലേ? അപ്പം അവിടെ നിന്നും വന്ന ഒരു ചോദ്യമാണ്. എന്താണ് ബ്രില്ലോയിൻ സോൺ എന്നും എങ്ങനെ ബ്രില്ലോയിൻ സോൺ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നും ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. ശരിയല്ലേ? സോ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. സോ ലെറ്റ് us ഡിസ്കസ് ദാറ്റ്. യെസ്, അതിനു മുമ്പ്
അതിൻ്റെ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ 60 ദിവസത്തെ സെറ്റിന് വേണ്ടിയുള്ള ക്രാഷ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം സെറ്റ് പരീക്ഷ എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ അഭിമാനമായിട്ടുള്ള ഒരു പരീക്ഷയാണ്. കഴിഞ്ഞ തവണ നമുക്ക് 250-ലേറെ വിജയമാണ് സെറ്റ് പരീക്ഷയ്ക്ക് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ മറ്റാർക്കും ഇല്ലാത്ത അത്രയും വലിയൊരു വിജയമാണ് നമുക്ക് സെറ്റ് പരീക്ഷ സമ്മാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തവണയും ആ വിജയം തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. നിങ്ങളെ ആ വിജയത്തിൽ പങ്കാളികളാകാനായിട്ട് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ 60 ദിവസത്തെ ക്രാഷ് ബാച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ലോങ് ടൈം ബാച്ചിന് കിട്ടുന്ന അതേ പ്രിവിലേജസ് തന്നെയാണ് നിങ്ങൾക്ക് ഈ ക്രാഷ് ബാച്ചിലും കിട്ടുക. ഇപ്പോൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളുണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിലുണ്ട്, പിന്നെ നമുക്ക് പരീക്ഷകൾ ലോങ് ടേം ബാച്ച് എഴുതുന്ന പോലെ തന്നെയുള്ള പരീക്ഷകൾ തന്നെ നിങ്ങൾക്കും കിട്ടും. പിന്നെ അവസാനം കുറേ മോഡൽ എക്സാമുകളുണ്ട്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പാക്കേജാണ് 60 ഡേയ്സ് ക്രാഷ് ബാച്ച് എന്ന് പറയുന്നതും. സോ നിങ്ങൾക്ക് ഒട്ടും മടി കൂടാതെ ധൈര്യമായിട്ട് ക്രാഷിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ തന്നെ നമ്മുടെ ക്രാഷിൽ കുട്ടികൾ വരുന്നുണ്ട്. മീൻസ് ഞാൻ ലൈവ് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഓരോ ദിവസവും പുതിയ കുട്ടികളൊക്കെ ആഡ് ചെയ്യപ്പെടും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ആദ്യം ഒരു ശങ്കയാണ്, ഇതെങ്ങനെ പഠിക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷെ അവർ 1-2 ദിവസം കൊണ്ട് അതൊക്കെ മേക്കപ്പ് ചെയ്ത് ലോങ് ടേം ബാച്ച് കുട്ടികളെ പോലെ തന്നെ അവരും വളരെ ആക്റ്റീവായിട്ട് തന്നെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതൊക്കെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ വളരെ അത് പരിചയമായി കഴിയുമ്പോഴേ നമ്മളുമായിട്ടൊക്കെ ഒന്ന് പരിചയമായി കഴിയുമ്പോൾ വളരെ നല്ല രീതിയിൽ അവർ ക്ലാസ്സിൽ പെർഫോം ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, ഇനി താമസിച്ച് പോയാലോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈസ് വെൽക്കമിങ് യു ടു ദ 60 ഡേയ്സ് ക്രാഷ് ബാച്ച്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. എന്താണ് ഇതിൻ്റെ ആൻസർ? സോ നോക്കിയേ, നമുക്ക് എന്താണ് ഡിസ്പെർഷൻ റിലേഷൻ തന്നിരിക്കുന്നത്. സോ ഡിസ്പെർഷൻ റിലേഷൻ ഇസ് ഗിവൺ ബൈ ഒമേഗ ഇസ് ഈക്വൽ ടു എ സൈൻ ka/2. So this k is a constant, omega a is also a constant. So നമുക്കറിയാം. So the group velocity, so what is group velocity? Group velocity is given by d omega by dk, d omega by d small k, not capital K. ഇവിടെ സ്മോൾ k ഉണ്ടോ? ഇല്ല. സോ vg is equal to, group velocity is equal to 0. Group velocity is equal to 0. Clear? So in other words you can say that group velocity at the boundary of first Brillouin zone ആണ് ചോദിച്ചിരിക്കുന്നത്. At the boundary of first Brillouin zone. So d omega by dk is equal to 0. അത് ഡയറക്ട്ലി നമുക്ക് കിട്ടും. Or you can say that at the first Brillouin zone, at the first Brillouin zone, at the first Brillouin zone, the frequency is maximum. The frequency is maximum. At the first Brillouin zone, the frequency is maximum, and group velocity which is equal to d omega by dk. Frequency is maximum. Maximum d omega by dk will definitely be 0. So and Vg is equal to d omega by dk is definitely 0. Is definitely 0. It is definitely 0. So first question answer ആയി. ശരിയല്ലേ? ഗ്രൂപ്പ് വെലോസിറ്റി കണ്ടുപിടിച്ചു. ഇനി അടുത്തത് എന്താണ്? സെക്കൻഡ് വൺ, ദ ഫോഴ്സ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. ശരിയല്ലേ? സോ ദ ഫോഴ്സ് കോൺസ്റ്റന്റ് ബിറ്റ്വീൻ ദ നിയറസ്റ്റ് നെയ്ബർ ഓഫ് ദ ലാറ്റിസ്. ഫോഴ്സ് കോൺസ്റ്റന്റ് എങ്ങനെയാണ് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ബീറ്റ. ഫോഴ്സ് കോൺസ്റ്റന്റ് ഈസ് ബീറ്റ. ശരിയല്ലേ? ഓർക്കുന്നുണ്ടാവും. സോ നമ്മളവരെ ഗ്രാഫൊക്കെ പ്ലോട്ട് ചെയ്ത് ഓർക്കുന്നുണ്ടാവും. √4β/m മാക്സിമം വാല്യൂ വരുന്നതൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രാഫൊക്കെ ഒന്ന് ഓർത്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇതിൻ്റെ ആൻസർ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ വി നോ ഒമേഗ ഈക്വൽസ് a sin ka/2. A sin ka/2. So where this a is equal to √4β/m, √4β/m sin ka/2. ശരിയല്ലേ? സോ ഒമേഗ ഈസ് ഈക്വൽ ടു √4β/m ഇൻറ്റു sin ka/2. ക്ലിയർ? സോ since omega is equal to 4β/m into sin k/2, so we can say that what is a here?
A is equal to under root 4 beta by m, or beta is equal to m a square by 4. ma square by 4. Beta is equal to ma square by 4. So we got the force constant directly. Clear? So force constant value നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ വളരെ സിമ്പിളാണ്. നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് അറിഞ്ഞിരിക്കാമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്ലിയർ? സോ യു ഗോട്ട് ദി വാല്യൂ ഓഫ് ഫോഴ്സ് കോൺസ്റ്റന്റ്. മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്ത ചോദ്യം. So let PQ, small p and small q and capital P and capital Q be two pairs of canonical variables. Canonical transformation നമ്മൾ പഠിച്ചിട്ടുള്ളതാ. So the transformation capital Q equals q power alpha cos beta p, capital P equal to q power alpha sin beta p is canonical for the values of alpha and beta r. So നമുക്ക് ഒരു canonical transformation തന്നിട്ടുണ്ട്. So canonical transformation from small q to capital P or small to small q, small p to capital P, capital Q. So that is the canonical transformation, and the relation is also given, and we have to find the value of alpha. We have to find the value of alpha for which this transformation is canonical. So എന്താണ് canonical transformation? Canonical transformation ആകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ കാര്യങ്ങളൊന്ന് നോക്കുക. സോ നോക്കിയേ. So let us find out the answer. So you are given the relation. What is that? Q is equal to, capital Q is equal to q power alpha cos beta p, and capital P is equal to q power alpha sin beta p. Q power alpha sin beta p. ശരിയല്ലേ? So for the transformation to be canonical, the Jacobian should be equal to, the Jacobian should be equal to 1. So how to write the Jacobian? So Jacobian J is equal to dou q by dou q by dou q, dou q by dou p, ശരിയല്ലേ? dou p by dou q and dou p by dou p should be equal to, determinant of this should be equal to 1. Correct? So what is this? So J is equal to, so what is a dou q by dou q? Dou q by dou q is alpha q power alpha minus 1 sin cos beta p. So it is cos beta p, isn't it? Alpha minus 1 cos beta p. And what is dou q by dou p? It is beta q power alpha sin beta p minus, ശരിയല്ലേ? Minus beta q power alpha sin beta p, and dou p by dou q, it is alpha q power alpha minus 1 sin beta p, and dou p by dou p, what is that? This beta q power alpha cos beta p. This should be equal to 1 for that to be canonical. ശരിയല്ലേ? So ഇനി കണ്ടുപിടിച്ചേ. So it is alpha beta q power alpha minus 1 q power alpha, that is q power 2 alpha minus 1 cos square beta p minus minus into minus plus I alpha beta q power alpha minus 1 q power alpha, that is q power 2 alpha minus 1 sin square beta p is equal to 1. So alpha beta q power 2 alpha minus 1 can be taken common into cos square beta p plus sin square beta p is 1 is equal to 1. ശരിയല്ലേ? ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. So it is 1 into q power 0. 1 into q power 0. So equating the powers of q, on LHS and RHS. So 2 alpha minus 1 is equal to 0, and alpha is equal to 1 by 2. So you got the value of alpha is equal to 1 by 2. So since alpha is equal to 1 by 2, so you got alpha as 1 by 2, and alpha, ശരിയല്ലേ? alpha is equal to 1 by 2. ഇനി ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. alpha 1 by 2 എന്ന് കിട്ടിയാൽ alpha beta is equal to 1. You know alpha beta is equal to 1. So alpha is 1 by 2 and beta is equal to
So then beta is equal to 2. So beta is equal to 2. So alpha is equal to 1 by 2 and beta is equal to 2. So alpha value 1 by 2 beta value 2 aguna arc transformation will be canonical. So that the value of Jacobian is 1. So I have discussed what are the implications of Jacobian is unity. എന്തിനാണ് ജാക്കോബിയൻ യൂണിറ്റി ആകുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ജാക്കോബിയൻ യൂണിറ്റി ആക്കി വെക്കുന്നത്, എങ്ങനെയാണ് വോളിയം കൺസർവേഷൻ നടക്കുന്നത്, ഏരിയ കൺസർവേഷൻ നടക്കുന്നത് എങ്ങനെയാണ്, അതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒക്കെ നോക്കിയിട്ട് പോവുക. ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ചോദ്യം. ദി നോർമലൈസ്ഡ് ഐഗൺ സ്റ്റേറ്റ്സ് ഓഫ് എ പാർട്ടിക്കിൾ in a one dimensional potential well, V of x is equal to 0 between 0 to a and infinity, otherwise is given by psi of x is equal to under root 2 by a sin n by x by a. അറിയാവുന്നതാണ് one dimensional boxന്റെ wave function. The particle is subjected to the perturbation V of x is equal to perturbation തന്നിട്ടുണ്ട് V0 cos pi x by a. എവിടം വരെ 0 to a by 2 വരെ, 0 to a by 2 വരെ perturbation കൊടുത്തിരിക്കുന്നു, and a by 2 to a വരെ perturbation ഇല്ല താനും. So you have to find the shift in the ground state energy due to the perturbation in the first order perturbation theory. So first order correction to the ground state energy you have to calculate. First order correction to the ground state energy. ആ സിമ്പിൾ ആയിട്ടുള്ള ഫസ്റ്റ് ഓർഡർ കറക്ഷൻസ് ഒക്കെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം എന്തിനാണ് ഫസ്റ്റ് ഓർഡർ കറക്ഷൻ. സിംപ്ലി കാൽക്കുലേറ്റ് ഇൻ ദ എക്സ്പെക്ടേഷൻ വാല്യൂസ്. ആ എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തുടക്കം മുതൽ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. സോ അത് ഡെഫിനറ്റ് ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. ക്ലിയർ? സോ നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ. സോ ഇവിടെ തന്നേക്കുന്നത് എന്താണ്? we know sin of x is given which is equal to under root 2 by a sin n pi x by a. ശരിയല്ലേ? ആൻഡ് ദ പൊട്ടൻഷ്യൽ ഈസ് ഓൾസോ ഗിവൺ. എവിടെ വരെ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ വരെയാണ് വൺ ഡയമെൻഷണൽ ബോക്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ആൻഡ് ദ പെർട്ടർബേഷൻ ഈസ് ഗിവൺ. സോ ദ പെർട്ടർബേഷൻ വി പ്രൈം ഓഫ് എക്സ് ഈസ് ഗിവൺ. വി പ്രൈം ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വാട്ട്? V0 cos pi x by a. V0 cos pi x by a. എവിടെ വരെ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ a by 2. a by 2. So we need to calculate the first order correction to the energy. First order correction to the ground state energy. First order correction to the ground state energy. So you can substitute n is equal to 1. So first order correction to the ground state energy is equal to integral. The limit which is common for both. So it is 0 to a by 2. 0 to a by 2. Psi 1 star v prime of x into psi 1 of x dx. ശരിയല്ലേ? So this is equal to integral 0 to a by 2, 2 by a and 2 by a. So it is root 2 by a sin pi x by a, sin pi x by a into V0 cos pi x by a into under root 2 by a sin pi x by a dx. ശരിയല്ലേ? So root 2 by a and V0 they are constants. So 2 V0 by a can be taken outside. Integral 0 to a by 2 sin square pi x by a into cos pi x by a dx. So sin square x into cos square x. Sorry, sin square x into cos x. നമ്മൾ അതിനെ sin cube x ആയിട്ട് നമുക്ക് ചെയ്യാം. ശരിയല്ലേ? So it is equal to first order correction to the ground state. E11 is equal to 2V0 by a. 2V0 by a into what is that? Sin cube, sin cube pi x by a divided by 3 pi by a. From where to where? 0 to a by 2. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. സോ it is 0 to a by 2. ലിമിറ്റ് കൊടുത്തേ. ഇറ്റ് ഈസ് ഈക്വൽ ടു 2V0 by a into a by 3 pi into sin cube
എ ബൈ ടു കൊടുക്കുക. വാട്ട് ഈസ് ദാറ്റ്? എ ബൈ ടു കൊടുക്കുമ്പോൾ സൈൻ ക്യൂബ് ഇറ്റ് ഈസ് 1, isn't it? സോ സൈൻ ക്യൂബ് ഓഫ് 1 minus sin cube of 0 is 0. So it is a sin cube of pi by 2, isn't it? Sin cube of pi by 2, that is 1. So a and a cancels. So what will you get? E1 of 1. First order correction to the ground state energy is equal to 2V0 by 3 pi into sin cube what? Sin cube pi by 2 is 1. Sin cube pi by 2 is 1, isn't it? So sin cube pi by 2 and 0, that is 0. So that is first order correction to the ground state energy is 2V0 by 3 pi, or in other words, you just calculate the expectation value of V prime of x. So the expectation value of V prime of x is calculated using the wave function 2V0 by 3 pi. Clear? So you got the first order correction to the wave function. This is the first shift. ഇനി നിങ്ങളോട് what is the ground state energy എന്ന് ചോദിച്ചാൽ എന്ത് പറയും? So E1 is equal to n square pi square h cross square divided by 2ma square. So that is pi square h cross square divided by 2ma square plus 2V0 by 3 pi. ഇതാണ്. So there is an upshift in the energy. There is an upshift in the energy plus 2V0. ചിലപ്പോൾ minus 2V0 ആകാം. അപ്പോൾ there is a downshift. So it depends on the sign. Clear? മനസ്സിലായെന്ന് കരുതുന്നു. സോ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്നതാണ്. പെർട്ടർബേഷൻ തിയറിയിലും ചോദിക്കാം, എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടും നിങ്ങൾക്ക് ചോദ്യം വരാം. ക്ലിയർ? സോ ക്വാണ്ടം മെക്കാനിക്സിൽ അങ്ങനത്തെ കാര്യങ്ങളും നോക്കി വെക്കുക. സോ ഈ ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ലൈവ് ക്ലാസ്സിൻ്റെ കാര്യം മറക്കരുത്, അതിന് രജിസ്റ്റർ ചെയ്യുക. നമുക്ക് ലൈവ് ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.